ഒരു യാത്രക്കാരന്റെ ലഗേജിലുണ്ടായിരുന്ന ഡിവൈസിനെ കുറിച്ച് ആശങ്കയുയർന്നതോടെ ലണ്ടനിലേക്ക് പറക്കേണ്ടിയിരുന്ന വിമാനം റോമിലേക്ക് തിരിച്ചുവിട്ടു. ഈസിജെറ്റിന്റെ വിമാനമാണ് വഴി തിരിച്ചുവിട്ടത്. ഒരു യാത്രക്കാരൻ സംശയം പ്രകടിപ്പിച്ചതോടെ ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് വിമാനം താഴെ ഇറക്കിയതെന്ന് വിമാന കമ്പനി അറിയിച്ചു. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ഈജിപ്തിലെ ഹാർഗാഡയിൽ നിന്നും ല്യൂട്ടൻ വിമാനത്താവളത്തിലേക്ക് വരികയായിരുന്ന ZY2618 വിമാനമാണ് വഴിതിരിച്ച് റോമിലിറങ്ങിയത്. ഒരു യാത്രക്കാരന്റെ ബാഗിൽ പവർ ബാങ്ക് ചാർജിംഗിലായിരുന്നു എന്ന അറിവ് ലഭിച്ചതിനെ തുടർന്ന് റോമിലെ മിച്ചിനോ വിമാനത്താവളത്തിലിറങ്ങിയ വിമാനം പിറ്റേന്ന് കാലത്ത് ലക്ഷ്യസ്ഥാനത്തേക്ക് തിരിച്ചതായും വിമാന കമ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പവർ ബാങ്കിനെ കുറിച്ച് വിവരം ലഭിച്ച ഉടൻ സുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരം ഒരു മുൻകരുതൽ എന്ന നിലയിലായിരുന്നു വിമാനം അടിയന്തരമായി നിലത്തിറക്കാൻ ക്യാപ്റ്റൻ തീരുമാനിച്ചത്. വിമാനം സുരക്ഷിതമായി ഇറക്കിയതായും യാത്രക്കാർക്ക് താമസ സൗകര്യവും ഭക്ഷണവും നൽകിയതായും വിമാന കമ്പനി അറിയിച്ചു. ഈ വേനൽക്കാലത്ത് 100 ml ലിക്വിഡ് നിയമം എടുത്തുകളയുന്ന വിമാനത്താവളങ്ങളും അതിന്റെ വിശദാംശങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ. സ്കോട്ടിഷ് വിമാനത്താവളങ്ങൾ വഴി വേനൽ ഒഴിവുകാല യാത്രയ്ക്ക് പോകാൻ ഒരുങ്ങുന്ന സ്കോട്ട്ലാൻഡ് നിവാസികൾ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സുരക്ഷാ നിയമങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കണമെന്ന നിർദ്ദേശം വന്നിരിക്കുന്നു. ദ്രാവക രൂപത്തിലുള്ള വസ്തുക്കൾ ലഗേജിൽ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് UK-യിൽ നിലവിലിരുന്ന നിയന്ത്രണങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ ചില ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതിനാലാണിത്. പുതിയ CT സ്കാനർ സാങ്കേതിക വിദ്യ നിലവിൽ വന്നതോടെ ചില വിമാനത്താവളങ്ങളിൽ 100 ml ദ്രാവകം മാത്രമേ കൊണ്ടുപോകാനാകൂ എന്ന നിയന്ത്രണം എടുത്തു കളഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്കോട്ട്ലാൻഡിലെ പല വിമാനത്താവളങ്ങളും ഇപ്പോഴും പഴയ നിയമം തന്നെയാണ് പിന്തുടരുന്നത്. അതായത് യാത്രക്കാർ 100 ml ദ്രാവക രൂപത്തിലുള്ള ലഗേജുകൾ കൊണ്ടുപോയാൽ സെക്യൂരിറ്റി ചെക്കിങ്ങിൽ കാലതാമസം വരും എന്ന് മാത്രമല്ല, കണ്ടുപിടിച്ചാൽ ആ വസ്തു കണ്ടുകെട്ടാനും സാധ്യതയുണ്ട്. പഴയ നിയമമനുസരിച്ച് 100 ml ദ്രാവകം സെക്യൂരിറ്റി ചെക്കിങ്ങിലൂടെ കൊണ്ടുപോകാൻ കഴിയുകയില്ല. എന്നാൽ പുതിയ CT സ്കാനർ എത്തിയതോടെ പല വിമാനത്താവളങ്ങളിലും ഈ നിയന്ത്രണം എടുത്തു കളഞ്ഞിട്ടുണ്ട്. എഡിൻബർഗ് വിമാനത്താവളത്തിൽ ഇപ്പോൾ തന്നെ ഈ നിയന്ത്രണം എടുത്തു കളഞ്ഞിട്ടുണ്ട്. എന്നാൽ അബെർഡീൻ, ഗ്ലാസ്ഗോ പ്രസ്വിക്, ഇൻവെർനെസ് വിമാനത്താവളങ്ങളിൽ ഇപ്പോഴും ഈ നിയന്ത്രണം നിലനിൽക്കുന്നുണ്ട്. ബെൽഫാസ്റ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം, ബെൽഫാസ്റ്റ് സിറ്റി, ബെർമിംഗ്ഹാം, ബേൺമത്ത്, ബ്രിസ്റ്റോൾ, എഡിൻബർഗ്, ഗാറ്റ്വിക്, ഹീത്രൂ, സാതേണ്ട് എന്നീ വിമാനത്താവളങ്ങളിലാണ് ഇപ്പോൾ നിയന്ത്രണം എടുത്തു കളഞ്ഞിട്ടുള്ളത്. അതേസമയം തന്നെ വിമാനവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിട്ടുണ്ട്. ടെനറഫിൽ നിന്നും ബെർമിംഗ്ഹാമിലേക്ക് വരുന്ന ജെറ്റ് 2 വിമാനത്തിലെ പൈലറ്റിന് ആകാശത്ത് വെച്ച് ഹൃദയാഘാതം ഉണ്ടായത് ഏറെ പരിഭ്രാന്തി പരത്തി. തുടർന്ന് LS-1266 ജെറ്റ് 2 വിമാനം പോർച്ചുഗലിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുകയായിരുന്നു. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സംഭവമുണ്ടായത്. യാത്രക്കാർക്കിടയിൽ ഡോക്ടർമാർ ഉണ്ടോ എന്ന് തിരക്കി ജീവനക്കാർ നടന്നത് യാത്രക്കാരിലും പരിഭ്രാന്തി പടർത്തി. അതിരാവിലെ 2:15 വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. വിമാനം നിലത്തിറക്കിയ ഉടൻ തന്നെ പാരാമെഡിക്സ് വിമാനത്തിലെത്തി അടിയന്തര പ്രഥമ ശുശ്രൂഷകൾ നൽകിയതിനു ശേഷം പൈലറ്റിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പിന്നീട് മറ്റൊരു പൈലറ്റ് എത്തുകയായിരുന്നു. വിമാനം ബിർമിംഗ്ഹാമിലേക്ക് തിരിക്കുന്നത് വരെ വിമാനത്തിലുണ്ടായിരുന്ന 220 യാത്രക്കാർ 13 മണിക്കൂറിലേറെ കാത്തിരിക്കേണ്ടതായി വന്നു. താമസ സൗകര്യം ഒരുക്കുന്നത് ചെലവേറിയ കാര്യമായതിനാൽ യാത്രക്കാരോട് വിമാനത്താവളത്തിൽ തന്നെ തുടരാൻ വിമാന കമ്പനി ആവശ്യപ്പെട്ടു എന്നാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്.